മാത്സിനെ കുറിച്ച് എന്താണ്? മാത്സ് കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ? കാര്യം അതിന് വേറെ ഈ പറഞ്ഞ പോലെ വേറെ ട്രിക്സ് ഒന്നുമില്ല. പിന്നെ പക്ഷെ ട്രിഗ്നോമെട്രി ചില ചാപ്റ്റേഴ്സിന് ഇപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് തന്നെ ട്രിഗ്നോമെട്രി, പിന്നെ ഇന്റഗ്രേഷൻ, ഇതിലൊക്കെ ഓർത്ത് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫോർമുലാസ്, എക്സ്പാൻഷൻസ്, അതിനൊക്കെ എന്തെങ്കിലും ഇത് ട്രിക്സ് വല്ല യൂസ് ചെയ്തിരുന്നോ? അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ ഓൾറെഡി അത് ഓർമ്മ വരും. ഓർമ്മ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ഓർമ്മ വരും. പിന്നെ ട്രിഗ്നോമെട്രി ചില സമയത്തൊന്നും കിട്ടില്ല. അത് ഇപ്പൊ നമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലും പിന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ചിലപ്പോൾ അത് ഭയങ്കര ഓക്കെ. ദേവ്, മാത്സിന് ഓഫ് കോഴ്സ് കുറെ ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവിങ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡെവലപ്പ് മാത്സ്. പിന്നെ ഞാൻ പറഞ്ഞ മാത്സ് 11th എനിക്ക് മാത്സ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. 12th ആയി വരുമ്പോഴാണ് ഇച്ചിരി പാടായി വന്നത്. പിന്നെ ഏത് ഭാഗമാണ്? ഇന്റഗ്രേഷൻ ഒക്കെ ആണോ? ഇന്റഗ്രേഷൻ ഡെഫിനറ്റ്ലി പാടായിരുന്നു, ട്രിഗ്നോമെട്രിയും പാടായിരുന്നു. പക്ഷെ കുറെ മാട്രിക്സ് വെറുതെ പാടാന്നുള്ളു. അത് അങ്ങനെ ആലോചിക്കുന്നത് ജസ്റ്റ് വെറുതെ പാടാക്കുന്നേ. അത് ചില ക്വസ്റ്റിനൊക്കെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ലെവലായിട്ട് വരും. പക്ഷെ ചില ചാപ്റ്റർ PNC ഒക്കെ നമുക്ക് ഇങ്ങനെ ലോജിക് ഉപയോഗിച്ച് പെർമുട്ടേഷൻ കോമ്പിനേഷൻ അത്. പിന്നെ ഇടയ്ക്ക് വെച്ചാൽ ഈ സീരീസ് ഒക്കെ വരും, ലൈക്ക് ഇങ്ങനെ ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ അല്ലേ, സീക്വൻസ്, അതും നമുക്ക് ഇങ്ങനെ സോൾവ് വരുമ്പോൾ നല്ല രസമാണ് സോൾവ് ചെയ്യാൻ. പിന്നെ ഞാൻ വെച്ചാൽ പാറ്റേൺ ഐഡന്റിഫൈ അത് അതാ മാത്സിൽ അതാണ് ഒരു ഞാൻ പറഞ്ഞ മാത്സിന് ചില ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റ് വേണം. അത് ബെസ്റ്റ് ഇവന്റെ തന്നെ ആയിരിക്കും. ഇവന് ആ ഒരു 4D ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇത് അടുത്ത ഈ സ്റ്റെപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് മുമ്പോട്ട് കാണാൻ പറ്റണം. ഇത് ചെയ്താൽ ഇങ്ങനെ വരുന്നത്. അത് ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാൻ പറ്റുന്നത് ഭയങ്കര പാടാ. പക്ഷെ അതാ അപ്പൊ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിട്ട് വരും. അത് ഭയങ്കര കുറെ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം, ഇങ്ങനെ പ്രാക്ടീസ്. പിന്നെ ഫോർമുല നമ്മൾ ഇരുന്ന് പഠിക്കാൻ നോക്കണം. ബെസ്റ്റ് ഡു ദ ക്വസ്റ്റ്യൻ വിത്ത് ആ ഫോർമുല റിലേറ്റഡ് ആ, അപ്പൊ തന്നെ അത് ബൈ ഹാർട്ട് ആവും. അതാണ്. പിന്നെ വാട്ട് ഐ ഹാവ് നോട്ടീസ് ഇസ് മാത്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി പ്യുവർ ആൻഡ് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഓവർ ചിന്തിക്കാനില്ല ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള. നമുക്ക് കണ്ടാൽ തന്നെ ഒരു യൂഷ്വലി ഐഡിയ കിട്ടും വെൻ ഇറ്റ് കംസ് ടു കാൽക്കുലസ് ഓർ ജോമെട്രി അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, കുറെ ടഫാന്ന് ആൾക്കാർ പറയുന്ന ചാപ്റ്ററൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ അഗൈൻ ഇന്റഗ്രേഷൻ ആയിരുന്നു, എസ്പെഷ്യലി ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ. അപ്പോൾ അത് കാരണം അത് എൻജോയബിൾ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇന്റഗ്രേഷൻ ആകുമ്പോൾ എന്താ, ട്രിഗ്നോമെട്രിയും ഇന്റഗ്രേഷനും ദേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ തരിക, cos സ്ക്വയർ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് നമുക്ക് cos 2 തീറ്റയുടെ ടേംസിൽ എഴുതേണ്ടെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇന്റഗ്രേഷനും നമ്മുടെ റിവൈസ് ആയി, പിന്നെ ട്രിഗ്നോമെട്രിയുടെ ഡബിൾ ആംഗിൾ ഫോർമുലാസ് റിവൈസ് ആയി. അപ്പോൾ അങ്ങനെ കുറെ കണക്റ്റഡ് ഏരിയാസ് ഉള്ള കാരണം നമുക്ക് 2-3 ചാപ്റ്റർ നമുക്ക് ഒറ്റ സിറ്റിംഗ് തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ അഗൈൻ മാത്സിന്റെ ഈ എസ്പെഷ്യലി ആൽജിബ്ര, ഇങ്ങനത്തെ ബൈനോമിയൽ തിയറം, സീക്വൻസ് സീരീസ് ക്വസ്റ്റ്യൻ ഒക്കെ ഇറ്റ് ഈസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് ട്രസ്റ്റിംഗ് ദ പ്രോസസ്. നമുക്ക് ഒരു സ്റ്റെപ്പ് ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു കൺവിക്ഷനും കോൺഫിഡൻസോടെ ചെയ്താലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ബേസിക്കലി മാനിപ്പുലേഷൻ നമുക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ അഗൈൻ ദിസ് ഇസ് ഓൾസോ സ്കിൽ വിച്ച് ക്യാൻ ബി ഡെവലപ്ഡ്. നമുക്ക് മാനിപ്പുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി കണ്ട എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് കുറെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ അറിയും. ബെസ്റ്റ് അഡ്വൈസ് ഇപ്പോൾ അഭിനവിനോട് തന്നെ ചോദിക്കാറ്. അഭിനവ് 4D വിഷനുള്ള അഭിനവ് പറയാം. അതെ അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാനും കേട്ടിട്ടുണ്ട് ദ വേ യു ടാക്കിൾ. രമ്യ സാറൊക്കെ പറയാറുണ്ട്, പറഞ്ഞോളൂ. ഞാൻ 11th കുറെ മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വെറുതെ മാത്സ് ചെയ്യുമായിരുന്നു. അപ്പോ ഒരടിക്കുമ്പോ മാത്സ് ചെയ്യൂല, ഇടയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമാണല്ലേ. ചിലര് പറയാറുണ്ട്. എനിക്ക് ചില ചാപ്റ്റേഴ്സ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബിലിറ്റി, 11th കോംപ്ലക്സ് നമ്പേഴ്സ്, ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി എനിക്ക് ഭയങ്കര കോംപ്ലക്സ് നമ്പേഴ്സ് ഇഷ്ടമായിരുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ്, കോർഡിനേറ്റ് ജോമെട്രി എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അതിലത്തെ ഫോർമുലാസ് നമ്മൾ വെറുതെ പഠിക്കാൻ നോക്കിയാല്. മോന് മാത്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ഏതാ, ഇഫ് ഐ മേ ആസ്ക്? പിക്ക് ചെയ്യാൻ പാടാണോ? പെർമ്യൂട്ടേഷൻ. എവിടെ പറഞ്ഞത്? കോർഡിനേറ്റ് ജോമെട്രി. അവിടുത്തെ ഫോർമുലാസ് നമ്മള് വെറുതെ പഠിക്കാൻ നോക്കിയാല് ഒന്നും കത്തത്തില്ല. നമ്മള് ഫോർമുലാസ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിൽ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫോർമുല പഠിക്കുന്നത്. മാത്സില് അത് വളരെ യൂസ്ഫുൾ ആണ്.
മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഇൻറ്റ്യൂട്ടീവ് തിങ്കിങ് വരും. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളൊരു സാധാ പ്രോബിലിറ്റി ക്വസ്റ്റ്യനിൽ നമ്മൾ ആലോചിക്കാത്ത ഇന്റഗ്രേഷൻ കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോ അത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുറച്ച് എന്തോ ഒരു ഡോപ്പമീൻ സെക്രീറ്റ് ആവല്ലേ തന്നെ. ഓ 12th തൊട്ട് വന്നപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞു. എനിക്ക് 11th അത്ര എൻജോയബിൾ ആയിരുന്നില്ല. ഫിസിക്സ് ആയിരുന്നു. ആ തീർച്ചയായിരുന്നു. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അപ്പോൾ തന്നെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിത്തോളും. ഗ്രേറ്റ്. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാം, അത്രേ ഉള്ളൂ. കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇപ്പൊ കുറെയൊക്കെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റൽ നോളജിനെല്ലാം കൂടുതൽ പ്രാക്ടീസ് കൊണ്ട് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റിയ കുറെ ഭാഗങ്ങളുണ്ടല്ലേ. നമ്മള് ക്ലാസ്സിൽ മെയിൻസ് ഒക്കെ ആണെങ്കിൽ ആ റെപ്പറ്റീവ് പാറ്റേൺ ചെയ്ത് തന്നെ പോകേണ്ടി വരും. ജെയ് മെയിൻസ് പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ, ബിക്കോസ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി സ്ട്രേറ്റ് ഫോർവേഡ്. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവര് കോമ്പറ്റീഷനെ ഫിൽട്ടർ ചെയ്യാൻ എന്താ മാത്സിലാണ് ഏറ്റവും കൂടുതൽ അവര് പണിയിറക്കുക. എന്ന് വെച്ചാൽ മാത്സ് ലെങ്തി ആണ് എന്നുള്ളത്. അവരിപ്പോ ഫൈനൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് A+B+C എന്നായിരിക്കും. എ ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കും, ബി ഒരു PNC ക്വസ്റ്റ്യൻ ആയിരിക്കും, സി ഒരു മാട്രിക്സിന്റെ വാല്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു സ്പീഡും ആ ഒരു ഇത് കിട്ടണേ ജസ്റ്റ് പ്രാക്ടീസ് ആണ്. ദർ ഇസ് നോ അതർ വേ അബൌട്ട് ഇറ്റ്, നോ ഈസി വേ ഔട്ട്. നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് തന്നെ, അത്രേ ഉള്ളൂ. സിൻസിയർ പ്രാക്ടീസ്. ഗ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ് ആണ്, നമ്മുടെ റിപ്പീറ്റേഴ്സ് ഒക്കെ വരുന്നൊരു ക്യാമ്പസ് ആണ്. അവരേറ്റവും എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇവർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എത്ര നേരം പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം. അഭിനവിച്ചതോടെ അതായത് അങ്ങനെ ഒരു കണക്കുണ്ടോ? അതായത് നിങ്ങൾക്ക് ഡിഡ് യു ഹാവ് ഫ്രീ ടൈം ഉണ്ടായിരുന്നോ? ഫ്രീ ടൈം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്തു? ഇനി ഫ്രീ ടൈം ഇല്ലേ, 2 കൊല്ലത്തേക്ക് ഫ്രീ ടൈം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി വെക്കണോ? എന്താണ് അഭിപ്രായം? എത്ര നേരം പഠിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നത് റിലേറ്റീവ് ആണ്. ഓരോ സ്റ്റുഡന്റിന്റെ എയിമും ആ സ്റ്റുഡന്റിന്റെ കാലിബറും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ കൊടുക്കുക. നമുക്ക് ഒരു 3 hours പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് 3 hours പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാം. ഗ്രേറ്റ്. നമുക്ക് കോണ്ടന്റ് ബേസ്ഡ്. അതെ, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. 3 മണിക്കൂർ നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് വരണം അല്ലേ. 3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് ഡൺ എ ഗുഡ് ജോബ് എന്നുള്ള ഒരു ഇത് വരണം അല്ലേ. നമ്മൾ ഇത്ര ടൈം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാണ്ട് നമുക്ക് അങ്ങനെ ഫേസസ് വന്നിട്ടുണ്ടോ മോന്? അതായത് ചില ദിവസങ്ങള് പഠിക്കാനേ തോന്നിയിട്ടില്ല, അതായത് ഇന്ന് എനിക്ക് കിടക്കാനാ തോന്നുന്നു, അങ്ങനെയൊക്കെ ഫേസ് വന്നു. നമ്മള് മെയിൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യണ ചില ക്വസ്റ്റ്യൻസ് ഞങ്ങള് വിളിക്കുമായിരുന്നു വന്ന് മോക്ക് എഴുതുന്ന ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് കിളി പോയിട്ട് ഹോസ്റ്റലിൽ കിടന്ന് വെറുതെ കിടന്നു പറഞ്ഞു. നമ്മടെ എക്സോസ്റ്റഡ് ആവും. അതെ 6 hour മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ. ജയ് മെയിൻസിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഡേയ്സ് ആണ്, അതായത് ഒരു സ്ട്രീക്ക് ഓഫ് ലേസിനെസ് അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്റെ കൂടെ നമ്മുടെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അതെ, നമ്മൾ ആരും ഈ ഇന്റർവ്യൂ തരൂല. അല്ലേ, അതൊരു ബ്യൂട്ടിഫുൾ പോയിന്റ് ആണ്. പിയർ ഗ്രൂപ്പ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്കൊരു സ്റ്റഡി സർക്കിൾ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആവാം, പക്ഷെ ഈ ഒരു വർഷം യുവർ പിയർ ഗ്രൂപ്പ് ഡിഫൈൻസ് വാട്ട് യു വുഡ് അച്ചീവ്, ബിക്കോസ് വി ആർ ഓൾവേസ് ദി ആവറേജ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് അസ് അല്ലേ. അപ്പോ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. എന്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സും ജൂനിയേഴ്സും സീനിയേഴ്സും ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ നമ്മള് ഇപ്പൊ ഉറങ്ങാല്ലാണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഒന്ന് ഉറങ്ങാൻ പോവാണെങ്കിൽ തന്നെ അടുത്തിരിക്കുന്ന ആള് ചെയ്യണ കാണുമ്പോ അടുത്തിരിക്കണ കൂട്ടുകാരൻ നമ്മള് എടാ പഠിച്ചു വിടറാ പറയുമ്പോ ചെയ്യും. അനിരുദ്ധ്, എനിക്കും അത് തന്നെ, പിയർ ഗ്രൂപ്പ് കാരണമാണ് ഇത്ര എത്തിയത്. ഇനിഷ്യലി ഞാനൊരു ഐസൊലേറ്റഡ് ടൈം ഫിക്സ് ചെയ്തിട്ടൊക്കെ ആയിരുന്നോ നിന്റെ? അതായത് ഇത്രയും ടൈം പഠിക്കണം എല്ലാ ദിവസവും? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ സമയം പോകുന്ന അറിയില്ല. പിന്നെ യൂഷ്വലി ഐ യൂസ് ടു ഡു 2 subjects per day. എന്ന് വെച്ചാൽ 3 എണ്ണം ഒരുമിച്ച് താങ്ങൂലായിരുന്നു. അപ്പൊ ഞാൻ 2 സബ്ജക്ട് ചെയ്യും. അത് യൂഷ്വലി ചെയ്ത് വരുമ്പോഴത്തേക്ക് രാത്രി കിടക്കാൻ സമയമാവും. പിന്നെ ഒരു 1 hour ഫ്രീ ടൈം ഉണ്ടാവുമായിരുന്നു എനിക്ക് ഡെയിലി. അത് ഞാൻ എനിക്കായിട്ട് മാറ്റി വെക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈമും റിലാക്സേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വെറുതെ ഓവർലോഡായിട്ട് നമ്മുടെ സ്റ്റഡീസ് പ്രൊഡക്റ്റീവ് ആവില്ലായിരുന്നു.
അനിരുദ്ധ് ഗിറ്റാറിസ്റ്റും കൂടിയാണ്. ആ, അതെ. ഈ ഫ്രീ ടൈമില് മോൻ ആ ഒരു കാണാൻ 1 hour ഞാൻ മാറ്റി വെക്കുന്നത്. എത്ര പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എൻ്റെ ഒരു ആ ഒരു മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം ഞാൻ മാറ്റി വെച്ചിട്ടായിരുന്നു. പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് ഹേർട്ട് മൈ പ്രിപ്പറേഷൻ. അങ്ങനെയായിരുന്നു. അടിപൊളി. യെസ്. ഫ്രീ ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ ഫ്രീ ടൈമും നമ്മള് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നീ എന്താ ചെയ്തിരുന്നത് മോൻ? എന്താ ലൈക്ക് വാട്ട് വാസ് യുവർ? ചിലപ്പോ കിടന്നുറങ്ങും, ചിലപ്പോ ചെസ് കളിക്കും. ഞാൻ കുറച്ച് ചെസ് കളിക്കാറുണ്ടായിരുന്നു മുമ്പ്. ഗ്രേറ്റ്. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കും. ഒരു റിലാക്സേഷൻ, അതും നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു റിലാക്സേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. Correct. പക്ഷെ ആ ഫ്രീ ടൈമില് നമ്മള് ഫോൺ സ്ക്രോൾ ചെയ്യണതൊക്കെ കുറച്ച് ഒഴിവാക്കണതായിരിക്കും. കാരണം നമ്മൾ ടൈം എങ്ങനെയാ പോണേന്ന് നമുക്ക് അതിലേക്ക് ഞാൻ വരാം. സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരാം. ദാറ്റ്സ് ഗ്രേറ്റ്. ദേവ്, ഈ ഞാൻ ഇങ്ങനെ പറയാം, ലൈക്ക് ആ ഫ്രീ ടൈം കോൺസെപ്റ്റ് ഇല്ലെന്ന്. കാരണം എന്റെ അമ്മയാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന കണ്ട ചോദിക്കും, എടാ നീ എല്ലാം പോർഷൻ തീർത്തോന്ന. അപ്പൊ അമ്മ എന്ത് ക്വസ്റ്റ്യൻ, എല്ലാം പോർഷൻ തീർത്തോന്ന. അപ്പൊ പിന്നെ ഓക്കെ അപ്പൊ പോയി പഠിക്കാം, ഇന്ന് പഠിക്കാം. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ എതിർത്തില്ല, ഞാൻ ഇരുന്ന് പഠിക്കും. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ആ പഠിക്കുന്ന ടൈം ഒരു റിലാക്സ് ആയിട്ട് പഠിച്ചോണ്ടിരുന്നത്. പിന്നെ അങ്ങനെ കുത്തിരുന്ന് ഫുൾ ട്രെയിൻ ആയി പഠിക്കില്ല. ഓഫ് കോഴ്സ് ഒരു ഫോക്കസ് ആണ്, അല്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് പഠിക്കുന്ന ഒരു ആസ് മച്ച് ആസ് പോസിബിൾ എൻജോയബിൾ ആക്കി തോന്നും. എൻജോയ് ചെയ്ത് നമ്മൾ പഠിച്ച കാരണം ഇത്ര പഠിക്കണം. സബ്ജക്ട്സിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുക. അതായത് എക്സാം മുന്നിൽ കാണണം, പക്ഷെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുക അല്ലേ? പിന്നെ ഞാൻ യമാർക്കറിയാം, ഞാനാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് എടാ എനിക്ക് വീട്ടിൽ പോയി കളിക്കണം എന്ന് പറയും. അത് പക്ഷെ എന്ത് കമ്പ്യൂട്ടറോ? യൂഷ്വലി പിന്നെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ പിന്നെ എടാ നാളെ എക്സാം. ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ എനിക്കും അത് തന്നെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എനിക്കും ഇടയ്ക്ക് ഇങ്ങനെ മടി വരുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ 6 hour മോക്കൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ ഇങ്ങനെ പറയും ലഞ്ച് ബ്രേക്ക്, എടാ എനിക്ക് പോണം, എനിക്ക് മതി. അപ്പൊ നമ്മുടെ അദ്വൈത് എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഇല്ല നീ സെക്കൻഡ് പേപ്പർ എഴുതിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു പുഷ് എസ്പെഷ്യലി അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ കാരണമാണ് ഇപ്പൊ അത്ര നമുക്ക് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് ഗൂസ് ബംസ് ഉണ്ട്. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ലൈക്ക് ടൈം ബേസ്ഡ് പഠിക്കുന്ന ഒരു ഞാൻ പറഞ്ഞ മിസ്കോൺസെപ്ഷൻ തന്നെ. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ലൈക്ക് സാറന്മാർ പറയും സ്റ്റഡി 16 hours a day. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഇസ് നോട്ട് മീൻ സ്റ്റഡി 16 hours a day. സ്റ്റഡി ദ കോണ്ടന്റ് വർത്ത് 16 hours a day. ലൈക്ക് നമ്മള് ഒരു കോമ്പറ്റീഷൻ, നാളെ ഞാൻ 100 ക്വസ്റ്റ്യൻ വരുന്ന അത് പിന്നെ ക്ലാസ്സിൽ നിന്ന് പറയും സാർ ഐ ഡിഡ് 200 ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് പിന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരു കൈയടി. അപ്പൊ അത് ഒരു കോമ്പറ്റീഷൻ എടുക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുമ്പോ ഒരു കുത്തും പഠിക്കണം. അതും ആക്ച്വലി അത് വെരി ഇമ്പോർട്ടന്റ്. നമ്മള് സ്വയം ഒരു സബ് കോൺഷ്യസ് പറഞ്ഞു നമുക്ക് പഠിക്കണം എന്ന്. അല്ലെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡ് പറയാൻ എന്തിനാ പഠിച്ചിട്ടുണ്ട്, അത് ഒരു സബ് കോൺഷ്യസ് പറഞ്ഞാലേ പറ്റുള്ളൂ നമുക്ക് പഠിക്കണം. പഠിക്കാൻ വേണ്ടി ഒരു നീഡ് അകത്തുനിന്ന് വരണം. ഇത്ര സമയം പഠിക്കണം അങ്ങനെയൊന്നുമില്ല, ലൈക്ക് നമ്മുടെ ഇതനുസരിച്ച്. പിന്നെ ഫ്രീ ടൈമിൽ മോൾ എന്താ ചെയ്യാറ്? ഞാൻ കിടക്കും. ലൈക്ക് വീട്ടില് കുറച്ച് ലൈക്ക് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ തന്നെ ലൈക്ക് ഒരു സമയമാവും. കുറച്ചു നേരം കിടന്നിട്ട് പിന്നെ പഠിക്കുള്ളൂ. ലൈക്ക് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും, പിന്നെ നല്ല ടയേർഡ് ആയിരിക്കും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ലൈക്ക് നല്ല റിഫ്രഷ് ആയിട്ട് പഠിക്കാൻ നേരത്ത് ലൈക്ക് അപ്പോഴേ ലൈക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് നേരെ ഇരുന്ന് ലൈക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം, അത് നടക്കൂല. ഭയങ്കര നല്ല ടയേർഡായിരിക്കും ഞാൻ. പിന്നെ ഫ്രീ ടൈം ആണെങ്കിൽ ലൈക്ക് വേറെ എന്തെങ്കിലും ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണ പോലെ എന്തെങ്കിലും ലൈക്ക് ചെയ്താൽ തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. വേസ്റ്റ് കിട്ടൂല. 11th 12th റിപ്പീറ്റേഴ്സ്. ഇപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തവരല്ല, ബട്ട് സ്റ്റിൽ യു നോ ദ പ്രോസസ് ഓഫ് റിപ്പീറ്റിംഗ്, റൈറ്റ്? ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. ഈ 3 ക്ലാസ് ആയിട്ടൊന്ന് can you give suggestions? ഇപ്പൊ 11th ഒരു സ്റ്റുഡൻറ് എൻ്റർ ചെയ്താൽ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ സൈലത്തിൽ ഒട്ടാകെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ISP സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് സ്കൂൾസിൽ വന്ന് പഠിക്കുന്നവരുണ്ട്, റിപ്പീറ്റേഴ്സ് ഉണ്ട്, ട്യൂഷൻ വരുന്നവരുണ്ട്, വീക്കെൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ 11th സ്റ്റാൻഡേർഡ് ഓഡിയൻസ് ഇത് കാണുന്നുണ്ട്, 12th കാണുന്നുണ്ട്, റിപ്പീറ്റേഴ്സും കാണുന്നുണ്ട്. സ്റ്റാർട്ട് ഫ്രം 11th 12th എന്തായിരുന്നു സ്ട്രാറ്റജി? ആൻഡ് റിപ്പീറ്റേഴ്സ് ഓൾസോ മോൾക്ക് തോന്നുന്ന ഒരു സജഷൻ പറയുക. വാട്ട് കുഡ് ബി എ ബെറ്റർ?
11th 12th അത് വെച്ച് തുടങ്ങിക്കോ. 11th എങ്ങനെയായിരുന്നു മോളുടെ ഇത് ചെയ്യാൻ ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞാൽ മതി. 11th ലൈക്ക് നമ്മ ഞാൻ 11th സ്റ്റാർട്ട് ലൈക്ക് ഇപ്പൊ 11th ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ അത്രക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, ലൈക്ക് ഇങ്ങനെയാണ്. പിന്നെ ഓരോ ലൈക്ക് ക്ലാസ് ഒക്കെ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാലേ വർക്കാവുള്ളൂ. അപ്പൊ നമ്മ ലൈക്ക് ഈ ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ ലൈക്ക് ആദ്യമേ തന്നെ കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി പോകണം. അതായിരുന്നു ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. ഞാൻ ആദ്യം അത്രക്ക് അങ്ങോട്ട് ഇതായിരുന്നില്ല ഫിസിക്സിൽ. കെമിസ്ട്രി പിന്നെ ആദ്യം ഞാൻ 11th തന്നെ ലൈക്ക് കെമിസ്ട്രി ആയിരുന്നൊരു സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ്. മാത്സും അത്രക്ക് നല്ലതായിരുന്നില്ല 11th. പിന്നെ ഇപ്പൊ ഇങ്ങനെ ലൈക്ക് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യണം ലൈക്ക് പിന്നെയാണ് അങ്ങനെ ഒരു ഇത് വന്നത് 11th ലൈക്ക് ഒരു എൻഡായപ്പോ. പിന്നെ 12th ആണെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം. ഓട്ടോമാറ്റിക്കലി സീരിയസ് ആവുമല്ലേ 12th എത്തുമ്പോ? പിന്നെ മെയിൻസ് കഴിഞ്ഞിട്ട് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് നമ്മൾ മെന്റലി നല്ല എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടില്ലേ, ലൈക്ക് ഡീമോട്ടിവേറ്റ് ആവും എപ്പോഴും. ലൈക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ നല്ല സ്കോറൊക്കെ വരുമ്പോൾ നല്ല ഇപ്പൊ മെന്റലി നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല ഗ്രേറ്റ്. ദേവ് 11th എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 11th ഫസ്റ്റ് 2-3 months ഭയങ്കര ഈസി ആയിരിക്കും, ഒന്നും ചെയ്യാൻ അങ്ങനെ ഉണ്ടായിക്കില്ല. ആദ്യം 10th തന്നെ പഠിച്ച സാധനങ്ങളായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇച്ചിരി പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ കേൾക്കണം എന്ന് ഞാൻ പറയാം. കാരണം ഫിസിക്സ് എസ്പെഷ്യലി ഫിസിക്സിൽ നമുക്ക് ചില കോൺസെപ്റ്റ് ഒക്കെ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാ വാക്ക് കേട്ട് അവിടെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പിന്നെ ഗോയിങ് ഫോർവേഡ് ഭയങ്കര പാടായിരിക്കും നമ്മൾ കേട്ടില്ലെങ്കിൽ. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ കേട്ടിരുന്നാൽ നമുക്ക് മെക്കാനിക്സ് ഫുൾ ഞാൻ പറയാം നല്ല എളുപ്പമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും. പിന്നെ കെമിസ്ട്രി നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ബേസിക് കോൺസെപ്റ്റ്. ഞാനിപ്പോ എന്റെ അനിയനിപ്പോ 11th അനിയനും നമ്മുടെ ഇപ്പൊ സൈലത്തിലുണ്ട്. അനിയനിപ്പോ വളരെ നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. പാർത്തു അല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് ലൈക്ക് അവൻ അങ്ങനെയായിട്ട് ഞാൻ പഠിക്കുന്നത് കാണുന്നില്ല. അവൻ ജസ്റ്റ് അമ്മ പറയുന്നത് കൊണ്ട് പഠിക്കുന്നത് മാത്രമാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പോ പിന്നെ ഓഫ് കോഴ്സ് അവൻ ആ ഒരു ഡിഫിക്കൽട്ടി ഞാൻ അങ്ങനെ കാണുന്നില്ല. ജസ്റ്റ് പിന്നെ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യനാ അത്. പിന്നെ ഞാനിപ്പോ 12th എല്ലാം കഴിഞ്ഞത് കൊണ്ടാന്ന് പറയാം. പക്ഷെ അവന് വേണ്ടി ഞാൻ ഇച്ചിരി കാണുന്നു പാടെ വരുന്നുണ്ട്. ഇപ്പൊ പാടെ വരുക അവന് ഒരു ഇത് അവൻ മടുത്തിങ്ങനെ ഇതൊക്കെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ പക്ഷെ അത് ഇച്ചിരി റോങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എനർജറ്റിക് വേണം. 11th ഓഫ് കോഴ്സ് നമുക്കൊരു ജോയ് റൈഡ് എന്ന് തന്നെ പറയാം. കാരണം ഒരു നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന 11th. സ്കൂളിൽ നിന്നുള്ള ഇത് കുറവായിരിക്കും അല്ലേ? സ്കൂളിൽ നിന്നുള്ള പ്രഷർ കുറവായിരിക്കും. നിങ്ങൾക്ക് സ്കൂൾ വർക്ക് ഒക്കെ കുറവായിരിക്കുമല്ലോ, ബോർഡ് എക്സാമിനേഷൻസ് ഒന്നും ഇല്ലല്ലോ 12th അത്. പിന്നെ ഞാൻ പറയാം 12th ഞാൻ പറഞ്ഞ ഒരു എൻഡ്യൂറൻസ് റൺ എന്ന് ഞാൻ പറയാം. നമുക്ക് മെയിൻസ് കഴിഞ്ഞിട്ട് അഡ്വാൻസ് വരെ പിടിക്കാൻ പറ്റുന്നതാണ് ഭയങ്കര. അതാണ് ഒരു ക്രിട്ടിക്കൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ചെയ്താൽ നമുക്ക് അഡ്വാൻസ് ഡെഫിനറ്റ്ലി എന്തെങ്കിലും കിട്ടും. പിന്നെ ആ ഒരു എൻഡ്യൂറൻസ് ആ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ആണ് ഞാൻ 12th അതാ പറഞ്ഞത്. റിപ്പീറ്റേഴ്സ് പിന്നെ ഞാൻ അങ്ങനെ ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ പറയാൻ ജസ്റ്റ് ആ എന്തോ തെറ്റിയെന്ന് നോക്കാം. നമുക്ക് എവിടെ കോൺസെപ്റ്റ് പോയേ നമ്മുടെ പേപ്പർ നോക്കാതെ നമുക്ക് എവിടെ പോയേ ഏത് കോൺസെപ്റ്റ് നമുക്ക് കിട്ടാത്ത. നമുക്കിനി ഒരു 1 more year ലെഫ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഇനി കിട്ടാത്ത ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചെടുക്കാം. കയ്യിൽ നിന്ന് പോയ കോൺസെപ്റ്റ് നമുക്ക് കയ്യിൽ തിരിച്ചെടുക്കാം. അതെ 11th എനിക്ക് ബേസിക്കലി ആദ്യം കെമിസ്ട്രി വെച്ച് തുടങ്ങാം. 11th കെമിസ്ട്രി എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ടാവും. നമ്മൾ 10th പഠിച്ചു വരുന്ന ആ സെയിം റേഞ്ച് പോലും അല്ല 11th ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. നമ്മൾ ഇറ്റ് ജസ്റ്റ് സ്റ്റെപ്സ് അപ്പ് എ ഫ്യൂ നോച്ചസ്. അപ്പോൾ നമ്മൾ കുറേ സാധനം ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറേ ചോദിക്കുമായിരുന്നു, സാർ ഇതെന്താ ഇങ്ങനെ ആവാത്ത, വൈ ഇസ് ഇറ്റ് ലൈക്ക് ദിസ്? സോ സാർ എപ്പോഴും പറയും അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. അപ്പൊ നമ്മളത് ഭയങ്കര റിലക്റ്റന്റ് ആയിരുന്നു. ഇതെന്താ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടോ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെ, ഫിസിക്സ് ചിലയിടത്തും കെമിസ്ട്രി ചിലയിടത്തും. എക്സാക്ട് കെമിസ്ട്രിയിലാണ് കൂടുതൽ അതുള്ളത്. അക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ. അത്രേ ഫോർ ദ സ്റ്റുഡൻസ് ദാറ്റ് ആർ വാച്ചിങ് ഫോർ ഇൻ 11th ഞാൻ പറയാം. ഇപ്പൊ സാറ് പറഞ്ഞ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ എന്ന് പറഞ്ഞാൽ
അതിന് വേറെ ചിന്തിക്കാനില്ല. ദർ ഇസ് നോ ടു വേസ് അബൌട്ട് ഇറ്റ്. വി ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് വി ഗോ ഫോർവേഡ്. എഴുതി വെച്ചോളൂ. അത്രേ ഉള്ളൂ. അവനോട് ഡൗട്ട് ചോദിക്കട്ടോ. പിന്നെ ഒരു വല്ലാത്തൊരു ഡൗട്ട് ആയിരിക്കും അത്. പിന്നെ ഞാൻ പറയും അങ്ങനെയാന്ന്. അപ്പം പറയും എന്താ അങ്ങനെയാന്ന്. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാട്ടോ. ലൈക്ക് why since like speed of light 300 meter per second exact 3 into temperature എന്താക്കുന്നത് എന്തിനാ 297 yes അവനോട് ചോദിക്കുക എല്ലാവർക്കും യൂണിറ്റ് മാറ്റിയാ പോരെ എന്ന്. അതങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം, അത് മൂവ് ഓൺ ചെയ്യണം. അത് ഇമ്പോർട്ടന്റ്. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ 11th 12th എത്രയൊക്കെ നമ്മൾ അഡ്വാൻസ് അത്രയും വാസ്റ്റ് പോർഷൻസ് ആണെന്ന് പറഞ്ഞാലും എസ്പെഷ്യലി കെമിസ്ട്രിയിൽ ഇപ്പൊ ബീങ് എ കെമിസ്ട്രി ടീച്ചർ ഞാൻ പറയാം, ചില കാര്യങ്ങൾ ടീച്ചേഴ്സിന് അത് പ്രോപ്പറായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ചിലപ്പോൾ കോളേജ് ലെവലിലേക്ക് പോകേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റില്ല. എന്നാൽ നമുക്ക് 2 കൊല്ലം കൊണ്ട് ഇവരെ പഠിപ്പിച്ച ആ ലെവലിലേക്ക് എത്തിക്കണം. അപ്പം അതുകൊണ്ടാണ് അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ എന്നുള്ള ഫിലോസഫി വെക്കണം എന്ന് പറയുന്നത്. എക്സാക്ട്ലി. പിന്നെ 12th സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു സമയമായി, ജൂണൊക്കെ ആയി. സോ 12th സ്റ്റുഡൻസിനോട് ഐ വുഡ് ലൈക്ക് സേ ലൈക്ക് ഇത്ര കാലം സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലേ ഗൈസ്, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് സീരിയസ് നൗ. ആൻഡ് ദെൻ ഇപ്പോഴും സമയമുണ്ട്. ദർ ഇസ് സ്റ്റിൽ ടൈം ഫോർ യു ടു ഗെറ്റ് എ റിയലി ഗുഡ് പെർസെന്റൈൽ ഇൻ ജെയ് മെയിൻസ് ആൻഡ് എ റിയലി ഗുഡ് റാങ്ക് ഇൻ ജെയ് അഡ്വാൻസ്. അപ്പൊ 12th നമ്മൾ ഇത്രേ കാലം ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച ആ ഒരു വർക്ക് നമ്മൾ വി ഷുഡ് ഗിവ് റെസ്പെക്ട് ടു ഇറ്റ് ബൈ കണ്ടിന്യൂയിങ്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണം. ഐ നോ ഇറ്റ്സ് ഈസിയർ സെഡ് ദൻ ഡൺ, പക്ഷെ നമ്മളത് ചെയ്യണം. നമ്മുടെ പിയർ ഗ്രൂപ്പ് നല്ലതാണെങ്കിൽ തന്നെ നമ്മുടെ പകുതി തലവേദന അവിടെ കുറയും. അപ്പൊ 11th തന്നെ ആ ഒരു ഗുഡ് സ്റ്റാർട്ട് കൊടുത്ത് പിന്നെ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പഠിച്ച് 12th എത്തുമ്പോഴത്തേക്ക് അൾട്ടിമേറ്റ്ലി എല്ലാവരുടെയും മോട്ടിവേഷൻ തീർന്ന് ഡിസിപ്ലിൻ ടേക്സ് ഓവർ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ലാത്ത ദിവസവും കയറി ഇരുന്ന് പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ബൈ നവംബർ നമ്മൾ എന്തായാലും ഒരു ഫൈനൽ ഗിയറിലായാലേ പറ്റുള്ളൂ നമ്മുടെ പഠിത്തത്തിൽ. നമുക്ക് നവംബർ ഡിസംബർ കഴിഞ്ഞ് നമ്മൾ ഇനി കോംപ്രസൻസ് ചെയ്യുന്ന പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഇത് നടക്കില്ല. നമ്മൾ ആ ടൈം പീരീഡ് ആയാൽ നമുക്ക് ഫുൾ എഫേർട്ട് എന്തായാലും പുട്ട് ചെയ്യണം. ഫുൾ എഫേർട്ട്. പിന്നെ ആസ് ഫോർ റിപ്പീറ്റേഴ്സ് എനിക്ക് അത്ര സജഷൻ ഇല്ല. ബിക്കോസ് ഞാൻ റിപ്പീറ്റിങ്ങിനെ പറ്റി ആകെ ഒരു പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ പോയിട്ടുണ്ട്. അല്ല, അവന്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് നീ അതൊന്ന് മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞാൽ മതി. ഒരു ലാർജ് ഓഡിയൻസ് അത് കാണുന്നുണ്ട്. അതെ അതെ. സോ അങ്ങനെയാണ് വാട്ട് ഐ വുഡ് സേ ഈസ്, ഇപ്പൊ നമ്മള് ജെയ്ഡ് അത്ര നല്ല റാങ്ക് വന്നില്ല, അപ്പൊ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് ഈ റിപ്പീറ്റിങ്ങിന്റെ നോവൽറ്റി ഒക്കെ വെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പേടി വരും, ഓ ഇത് സെക്കൻഡ് ലാസ്റ്റ് ചാൻസ് ഇനി ഇത് കഴിഞ്ഞ്. പക്ഷെ അതൊന്നും ആലോചിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ യു ഗൈസ് ഹാവ് 1 extra year അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു വർഷത്തിൽ എത്ര കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ സ്കൂളും ഇല്ല. എക്സാക്ട്ലി, സ്കൂളും ഇല്ല. ഫുൾ എഫേർട്ട് ഈ സിലബസിന് കൊടുക്കുക. അപ്പോൾ വാട്ട് ഐ വുഡ് ലൈക്ക് ടു സേസ്, നിങ്ങൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തായാലും പറ്റും. ഒരു വർഷത്തിൽ എത്രയെന്നും ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റും. സോ ജസ്റ്റ് കീപ് യുവർ ഹെഡ് അപ്പ്. ബിക്കോസ് റിപ്പീറ്റിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് ആ മൈൻഡ് സെറ്റിലാണ് കാര്യം. പ്രിപ്പറേഷൻ ജസ്റ്റ് ബിക്കംസ് എ ലിറ്റിൽ ബിറ്റ് സെക്കൻഡറി. നമ്മുടെ മൈൻഡ് ഭയങ്കര റോക്ക് സോളിഡ് ആണെങ്കിലേ നമുക്ക് റിപ്പീറ്റിംഗ് എന്നുള്ള ആ ഒരു കോഴ്സിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രൂ ദാറ്റ്. റിപ്പീറ്റ് ചെയ്യാത്ത അനിരുദ്ധ് പറഞ്ഞ പോയിന്റ് ഇസ് വെരി വെരി വാലിഡ്. റിപ്പീറ്റേഴ്സിന് ഏറ്റവും ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആ മൈൻഡ് സെറ്റ് ആണ്. അത് കൺട്രോൾ ചെയ്ത് ഒരു കൊല്ലം ആ മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ പറ്റിയ ആൻഡ് ദെൻ ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ചു പോകും ആ മൈൻഡ് സെറ്റ് നല്ലതാണെങ്കിൽ. ഇപ്പോൾ 11th എനിക്ക് പേഴ്സണലി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 11th ഞാൻ ട്രൈ ചെയ്തത് ആ ഫ്ലോയിലോട്ട് എത്താൻ. അപ്പോൾ 11th നമ്മളൊരു ഫ്ലോയിലോട്ട് എത്തിയാൽ പിന്നെ 12th നമുക്ക് ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അഥവാ 11th പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവർക്ക് ഇപ്പോഴും സമയമുണ്ട്. ഒരിക്കലും ലേറ്റ് അല്ല. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 12th ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ പോർഷൻസ് നമ്മൾക്ക് നേരത്തെ തീരും. അപ്പോൾ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ദിവസങ്ങളിൽ വീട്ടിൽ അനലൈസും ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ടെസ്റ്റും എഴുതുക. ടെസ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കളയാന്നല്ല, പേപ്പേഴ്സ് അനലൈസ് ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇപ്പോൾ റിവിഷനിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യണതിനേക്കാൾ നന്നായിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് വന്നാൽ നമ്മളത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു സിലബസ് കവർ ചെയ്യുന്ന സമയത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ. കുറെ കോൺസെപ്റ്റ് ഒക്കെ ഇതിങ്ങനെ ആയിരുന്നല്ലേ എന്ന് മനസ്സിലാവുന്നത് നമ്മുടെ ലെവല് ആ സമയത്തേക്ക് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇനിഷ്യലി ടഫ് ആയിരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കത്താൻ തുടങ്ങും. പിന്നെ ആ സമയത്താണ് ക്ലാസ് നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. എനിക്കിപ്പോഴും ആ ഇനിഷ്യലി പ്രോപ്പർ നോട്ട്സ് എഴുതാത്തതിന്റെ പ്രോബ്ലം ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. സോ
അതാവാതെ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ക്ലാസ് നോട്ട്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. മെറ്റീരിയൽസും ക്ലാസ് നോട്ട്സും സൂപ്പർ അതെ, അതെ. ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞു നോക്കാം. അതിന്റെ ഇത് പറഞ്ഞ പോലെ റിവിഷൻ ടൈമിൽ ക്ലാസ് നോട്ട്സും ഭയങ്കര ഇമ്പോർട്ടന്റ്. പിന്നെ റിവിഷൻ കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ്, അത് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാണ്ട് മാർക്ക് എത്ര കുറവാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. പിന്നെ അനാലിസിസ് അതിനേലും ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എഴുതുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അനാലിസിസ് ചെയ്യുന്നത്. അനാലിസിസ് ദേവക്ക് ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു അനാലിസിസിന്. ഞാൻ പ്രോപ്പർ ബുക്ക് ഒന്നും ആയിട്ടില്ല, പക്ഷെ ഞാൻ പ്രോപ്പർ അനാലിസിസ് എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യണം മോക്ക് ടെസ്റ്റിന്റെ. അങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതി പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് ജെ അഡ്വാൻസിന്റെ 1 മാസം മുന്നേ എനിക്ക് ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയ മാച്ചിൽ 1 മാർക്കായിരുന്നു. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അനാലിസിസ് ചെയ്ത് പോകാന്നുള്ളതാണ്. പിന്നെ ഐ വുഡ് ബി ലൈങ് ഇഫ് ഐ സെഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി എൻജോയബിൾ. ഈ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറയുന്ന നല്ല ഫീലിംഗ് അല്ല. റോളർ കോസ്റ്റർ റൈഡാണ്. എനിക്ക് ഒരു വർഷം ഫിസിക്സ് എനിക്ക് യൂഷ്വലി ഞാനൊരു 40-60 മിനിറ്റ് ആ ഒരു മിനിറ്റിന് ഒരിടയ്ക്ക് 4 ഞാൻ അവിടെ പെൻസിലൊക്കെ ഒടിച്ച് ഇങ്ങനെ എഴുതുന്നത്. അത് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ കാണണം. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം സൺഷൈൻ ആൻഡ് റെയിൻബോസ്, എല്ലാം ഹായ്. ടോപ്പേഴ്സിന്റെ ലൈഫ് എല്ലാ ദിവസവും അടിപൊളിയാണ് അല്ല, അവരും ഈ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോയതാണ്. പഠിക്കാൻ തോന്നാത്ത ദിവസം പഠിക്കുന്നതിലാണ് ആ ഡിഫറൻസ്. മോക്ക് ടെസ്റ്റിൽ എല്ലാ ടെസ്റ്റിലും ഇവര് ടോപ്പറായിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ ടെസ്റ്റിലും ടോപ്പ് അടിച്ചവരാണ്. ഫസ്റ്റ് 4 റാങ്ക്സ് ആയിരുന്നോ മോക്ക് ടെസ്റ്റിൽ എല്ലാ ടെസ്റ്റിലും നിങ്ങൾ? അല്ല, അതെനിക്കറിയാം. സോ അണ്ടർസ്റ്റാൻഡ്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ടോപ്പേഴ്സ് എപ്പോഴും എല്ലാത്തിലും ടോപ്പർ ആവും എന്നുള്ളത്. ഇറ്റ് ഈസ് എ റോളർ കോസ്റ്റർ റൈറ്റ്. ആ ഫിനിഷ് ലൈൻ വരെയും ആ പഞ്ചില് ആ അഗ്രസീവ്നെസ്സിൽ ഓടണം. യു ഹവ് ഗിവൺ നല്ലൊരു സെറ്റ് ഓഫ് അഡ്വൈസസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഇതിലേക്ക് എത്താം. എന്താണ് അംബിഷൻ? എന്താണ് ഇനിയിപ്പോൾ ഉള്ള ഫ്യൂച്ചർ? എന്തിലേക്ക് എത്തണം എന്നാണ് അംബിഷൻ പറഞ്ഞാൽ മതി. ഇവരിപ്പോ ജോസ കൗൺസിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കോളേജ് അലൊക്കേഷൻ ഒക്കെ കുറച്ചായി, ഫൈനൽ ഐറ്ററേഷൻ വന്നിട്ടില്ല. ബട്ട് ഒരു നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, എന്ത് സ്പാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നത്? ഇനി എന്താവണമെന്നാണ് ആഗ്രഹം? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിൽ? കാര്യം ഓൾറെഡി വലിയൊരു അംബിഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ? അങ്ങനെയില്ല, ലൈക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസ് ആണോ മോള് നോക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഒരു 4 years കഴിഞ്ഞിട്ട് എന്താവും ലൈക്ക് അറിയില്ല. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, അടിപൊളിയായിട്ട് വരും മോൾക്ക്. ഓക്കെ, ദേവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ യു ക്യാൻ ഷെയർ ഇറ്റ്. എനിക്ക് ഒരു സ്റ്റാർട്ടിങ് തന്നെ IIT മുമ്പേ, ഈ പ്രിപ്പറേഷന് മുമ്പേ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ആംബിഷ്യസ് ആയിട്ട് തന്നെ പറയാം. എനിക്ക് ഫൈനലി എനിക്കൊരു എയറോസ്പേസ് ഇതിൽ തന്നെ പോകണമെന്നുണ്ട്. എയറോസ്പേസ് ഞാൻ ഉണ്ടാക്കിയ റോക്കറ്റ് മാർസിൽ കാണും, അത് കഴിഞ്ഞിട്ടുള്ള പ്ലാനറ്റിൽ കാണും, അത് പുറത്തും കാണണം. അതാണ് നമുക്ക്, എനിക്ക് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സിവിലൈസേഷന് എന്റെ ഒരു ഇമ്പാക്ട് ഉണ്ട്. ഞാനൊരു ഇതുണ്ടാക്കണം. അപ്പൊ അത് ഞാൻ കണ്ട അതിനു വേണ്ടി ഒരു പാത്ത് വേണം. നമുക്ക് വെറുതെ വേണമെന്ന് പറയുന്ന കാര്യമില്ല. അപ്പൊ അത് ഓഫ്കോഴ്സ് എന്റെ ലൈക്ക് എല്ലാവരും ഇങ്ങനെ കാണും, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. അപ്പൊ എന്തുവാ, ഒരു നല്ല കോളേജ് വേണം, കോളേജ് വേണം, IIT വേണം, IIT വേണ്ടി പഠിക്കണം. ദാറ്റ് ഇസ് ഇതാണ്, അതാ ആ ഒരു പാത്ത് ഇതാ വരുന്നത് നമുക്കപ്പൊ. എനിക്ക് ആ സ്റ്റാർട്ടിങ് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാത്ത് എടുത്തു. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ദാറ്റ് ഐ ക്യാൻ ഓൾസോ മേക്ക് എ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ് ആസ് വെൽ ആസ് ഹാവ് ഡു ദിസ് റിസർച്ച്. ഇങ്ങനെ എന്റെ ഇഷ്ടമുള്ളത് ചെയ്യാം. ദാറ്റ് ഇസ് ആ ഒരു ബാലൻസിന് വേണ്ടിയാണ് ഞാൻ ഇത് എടുത്തത്. ബ്യൂട്ടിഫുൾ. എന്റെ ആംബിഷൻ എന്ന് വെച്ചാൽ ഇവരുടെ ആരുടെയും ടോട്ടലി ഡിഫറെന്റ് ആണ്. ബട്ട് ഐ ഹാപ്പൻഡ് അപ്പോൺ ദ സെയിം പാത്ത് ബിക്കോസ് എനിക്ക് എന്റെ മ്യൂസിക് കരിയർ ഫെർദർ ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് നോക്കുമ്പോൾ എന്താ, ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽ എന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് ഏറ്റവും അടിപൊളിയായിട്ട് നടക്കുന്ന നല്ലൊരു കോളേജിലാണ്. അപ്പോൾ ബെസ്റ്റ് കോളേജ് ഉണ്ട്, എന്താ പറയുക, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും അവിടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ അവർ എല്ലാ ഏരിയയിലേക്കും ബ്രാഞ്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ എല്ലാ ഏരിയയിലും നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ സ്കിൽ സെറ്റ് ബെനിഫിറ്റ് ആവുന്ന ദർ വിൽ ബി അറ്റ്ലീസ്റ്റ് വൺ അതർ പേഴ്സൺ. ഇപ്പോൾ ഒരാൾ ഫിലിമിലേക്ക് പോവാണ്, ഫിലിം സ്കോർ ഉണ്ടാക്കാൻ നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വീഡിയോഗ്രാഫർ ഓർ എനി അതർ മ്യൂസിഷ്യൻ ഹൂ ഇസ് പ്രസന്റ്, അവർക്ക് എന്തായാലും നമ്മുടെ സ്കിൽസിന്റെ എപ്പോഴേലും ആവശ്യം വരും. സോ അങ്ങനെ ആ ഒരു വേ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിംഗ് ആൻഡ് പുട്ടിങ് മൈസെൽഫ് ഔട്ട് ടു ദ വേൾഡ്, ആ ഒരു കാര്യം ഏറ്റവും യങ് ഏജിൽ നടക്കുന്ന ഏറ്റവും ഒരു പ്രീമിയർ കോളേജിലായിരിക്കും. അപ്പോൾ അതിന്റെ പാത്ത് എന്താണ്, ഞാൻ
റിസർച്ച് ചെയ്തപ്പോൾ JEE എക്സാമിനേഷൻ ആയിരുന്നു. അതിൽ നോക്കിയപ്പോൾ എന്താ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പൊ കുഴപ്പമില്ല. പഠിച്ചിട്ട് ഗിറ്റാറിസ്റ്റ് അല്ല, അത് ഞാൻ ആള് പറഞ്ഞ് തീരാൻ കാത്തിരിക്കായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് IIT അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രീമിയർ കോളേജസ് പ്രീമിയർ ആയത് എഞ്ചിനീയറിംഗ് കൊണ്ട് മാത്രമാണെന്ന്. ഈ പറഞ്ഞ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് ചവിട്ടാത്ത മേഖലകളില്ല. ദേ ഗെറ്റ് ഇൻ ടു എവറിത്തിങ്. IITians ഇപ്പോൾ സിവിൽ സർവീസ് ആയാലും നമ്മുടെ ഫോണിൽ നിങ്ങൾ നോക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആപ്പിന്റെ ഫൗണ്ടേഴ്സും ഓല, സ്വിഗ്ഗി, സൊമാറ്റോ, എവറിത്തിങ്, സെപ്റ്റോ, ലൈക്ക് ഇതിലൊക്കെ ഫൗണ്ടേഴ്സ് IITians. മ്യൂസീഷ്യൻസ് IITians ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട് IITians. ഇതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജസ് ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇവർ പറഞ്ഞതും വെച്ചിട്ട് ഞാൻ പറയാണ്, ഇഫ് യു ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് കോളേജ് ഇൻ ദ കൺട്രി, യു ആർ നോട്ട് ജസ്റ്റ് എ ഗുഡ് എഞ്ചിനീയർ, യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് ഓൾമോസ്റ്റ് എവറി ഫീൽഡ് ഔട്ട് ദെയർ ഇൻ ദ വേൾഡ്. അപ്പോൾ നല്ലൊരു ഗിറ്റാറിസ്റ്റും ആവാം. ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. എത്രയോ പേര് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ മൂവി ഡയറക്ടേഴ്സ് വരെ IITians മൂവി ഇൻഡസ്ട്രിയിലേക്കൊക്കെ പോയിട്ടുണ്ട്, ഫാഷനിലേക്ക് പോയിട്ടുണ്ട്. കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്, അതിനുള്ള ഫ്ലെക്സിബിലിറ്റിയും അത് കൊടുക്കും ആ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ വെരി ഗുഡ് പോയിന്റ് അഭിനവ്. ഞാൻ IIT പോണത് അവിടുത്തെ കോളേജ് ലൈഫും അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും. IITs ഓഫർ ചെയ്യണത് വൺ ഓഫ് ദ മോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന കോളേജസ് ആണ് IITs. ക്യാമ്പസ് ലൈഫ് ദി ബെസ്റ്റ്. അവിടുത്തെ ക്യാമ്പസ് ലൈഫും പിന്നെ കുറെ ആൾക്കാരെ കാണാം. എനിക്കിപ്പോൾ കിട്ടിയത് IIT കാൺപൂരാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അവിടുത്തെ സ്റ്റഡീസ്. നമുക്ക് അവിടെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതൊക്കെ ഫീൽഡിലോട്ട് പോകണമെന്ന്. പിന്നെ ഹയർ സ്റ്റഡീസിനും എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഔട്ട്സൈഡ് ദ കൺട്രി ആണോ പ്ലാൻ? അത് അറിയില്ല. കിട്ടണ പോലെ. അപ്പോൾ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയാണ് ഞാൻ IIT വെയിറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ്. അതായത് നെറ്റ്വർക്ക് ഉണ്ടാക്കാനും ലോകം കാണാൻ അല്ലേ? അടിപൊളി. ടു സം ഇറ്റ് അപ്പ്. യെസ്. ആൻഡ് ലോകം കാണട്ടെ, ലോകം അറിയാൻ സാധിക്കട്ടെ. എന്താ പറയാ, ഗോ ഫ്ലൈ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ്. ഹാവ് ദ ബെസ്റ്റ് 4 years ഓഫ് യുവർ ഏറ്റവും ബെസ്റ്റ് 4 years ആയിരിക്കും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ കോളേജിനെ കുറിച്ച് പറയുന്ന അതേ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ കോളേജ്, അതിനപ്പുറം എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ദ ബെസ്റ്റ് 4 years വിൽ ഹാപ്പൻ. കാരണം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് പോകുന്നത്. ഒരു താങ്ക് യു ഞാൻ പറയുന്നില്ല, കാര്യം നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കേണ്ട, പാസ് ഓൺ ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ പാസ് ഓൺ ചെയ്തത്. ബട്ട് എനിക്കൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇപ്പം ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ. അതിപ്പോൾ റിപ്പീറ്റേഴ്സ് ആയില്ല, നിങ്ങൾ ഏത് തലം, ഇപ്പോൾ ഈവൻ 10th 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് വരെ ഇത് കാണുന്നുണ്ടെങ്കിൽ 8, 9, 10, 11, 12 റിപ്പീറ്റേഴ്സ് എല്ലാവരും ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ. ബിക്കോസ് ഒരു ഗോഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റിയാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെ പറയുമെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഭയങ്കര കോമ്പറ്റീഷനുള്ള എക്സാമിനേഷനാണ്. എന്തിനാണ് ഇത്രയും കോമ്പറ്റീഷന് പോകുന്നത്? ബിക്കോസ് ദർ ഇസ് എ പർപ്പസ്. ഏറ്റവും നല്ല കോളേജിൽ എത്താൻ പറ്റിയൊരു ചാൻസ് ആണ്. ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് എ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ് ആൻഡ് ടു യുവർ പേരൻസ്. സോ അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് മനസ്സിൽ വെക്കാം. താങ്ക്സ് എ ലോട്ട്. സൈലത്തിന് യു മെയ്ഡ് സൈലം പ്രൗഡ്, യു മെയ്ഡ് ഓൾ ടീച്ചേഴ്സ് പ്രൗഡ്. എറണാകുളത്തെ തന്നെ ടോപ്പേഴ്സാണിത്. ഓക്കെ, ഓൾ കേരള 3 they are getting into the best of institutions. So congrats, you made us all proud, you made us all extremely happy. Keep flying. Okay, love you guys.